ഇപ്പോൾ പൊതുവെ എളുപ്പത്തിലുണ്ടാക്കുന്ന കറികളോടാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം കൂടുതൽ. അങ്ങനെ ഒരു ഒഴിച്ചേറിയാണിത്. വീട്ടിലെപ്പോഴും കാണുന്ന ചേരുവകളാണ്, സിമ്പിളായിട്ട് റെഡിയാക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണേ. താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കഷ്ണം മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 തൊണ്ടൻമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. തൊണ്ടൻമുളകിന് പകരം പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം. ഇനി നമുക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. അതിലേക്ക് ഈ പച്ചക്കറി നുറുക്കിയതെല്ലാം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാമേ. പിന്നീട് നമുക്ക് അരയ്ക്കാൻ ചേർത്ത പൊടികൾ ചേർക്കാനുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് കറിവേപ്പില എടുക്കുക, കൈ കൊണ്ടൊന്ന് പിച്ചി കീറിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിലേറ്റവും കൂടുതൽ വേഗമുള്ളത് ക്യാരറ്റിനാണ്. പിന്നെ നമ്മളിതിലേക്ക് പിഴിപുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമുള്ള ഈ തക്കാളിയുടെയൊക്കെ ഒരു പുളിയുണ്ടല്ലോ, അത് മാത്രം മതി. അങ്ങനത്തെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണത്തിനൊരു ചെറിയ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം പൊടികൾ ചേർക്കുന്നത്. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ദേ ഒരു കുഞ്ഞ് തേങ്ങ, അരമുറി തേങ്ങയുടെ ഒരു ഇത്രയും ഭാഗം ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 5-6 ചുവന്നുള്ളിയും 1 ടീസ്പൂൺ ജീരകപ്പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വടുകനെ അങ്ങ് അരച്ചെടുക്കണം. പണി ഏകദേശമൊക്കെ കഴിയാറായി വരുവാണ് കേട്ടോ. അരപ്പ് നന്നായിട്ട് അരയണം, അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മൾ വേവിക്കാൻ വെച്ച കഷ്ണങ്ങളിലേക്ക് ഈ അരപ്പങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. അതിപ്പം മിക്സി കഴുകിയ ജാറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു ഒഴിച്ച് കറിയും പിന്നെ ഒരു അച്ചാറും ഒരു ഉണക്കമീൻ വറുത്തത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല കുശാലാണ് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് വേനലൊക്കെ ഇപ്പം തീരെ മഴക്കാലങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പം ഇതേപോലത്തെ നുണുക്ക് കറികളൊക്കെ പഠിച്ച് വെച്ചിരുന്നാൽ നമുക്ക് എല്ലാവരെയും നല്ല ടേസ്റ്റി ആയിട്ട് ഊണ് കഴിപ്പിക്കാമേ. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഇട്ടപ്പം ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മോര് കാച്ചുമ്പോഴേക്ക് തിളപ്പിക്കാറില്ലല്ലോ, അതുപോലെ ഇതും തിളപ്പിക്കരുത്. ഒരു പത വരുന്നത് വരെയൊക്കെ നന്നായിട്ട് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ടൊരു പരുവത്തിനായിട്ടുണ്ട്. ഞാനതങ്ങ് മാറ്റി വെച്ചിട്ട് ഇനി കടുക് പൊട്ടിക്കുവാണേ. കുഞ്ഞൊരു കൈച്ചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കടുകും അതുപോലെ തന്നെ വറ്റൽ മുളകും കറിവേപ്പിലയും മതി. ഈ ഒരു കറിക്ക് ചുവന്നുള്ളിയൊന്നും അരിഞ്ഞിടണ്ട, മൂപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമുക്ക് താളിപ്പ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം കഴിയാറായി. പെട്ടെന്ന് തന്നെ ഇത് അടച്ച് വെക്കണേ. പണ്ടുള്ളവർ പറയുന്നത് നമ്മൾ ഏത് കറി വെച്ചാലും പെട്ടെന്ന് അടച്ച് വെച്ചാൽ ആ കറിയുടെ മണം പോകില്ല എന്ന് കേട്ടോ, പ്രത്യേകിച്ചും സാമ്പാറും രസമൊക്കെ വെക്കുമ്പോഴത്തേക്കും. അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞു. ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കി പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയൊക്കെ എടുത്ത് കേട്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഈ ഒരു വീഡിയോ കണ്ടപ്പം ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.